ഗാസയിൽ അന്താരാഷ്ട്ര സ്ഥിരത സേനയെ നിയോഗിക്കണമെന്ന് US പ്രമേയത്തിന് പിന്തുണയുമായി വിവിധ രാഷ്ട്രങ്ങൾ. US സെക്യൂരിറ്റി കൗൺസിലാണ് അമേരിക്കയുടെ നേതൃത്വത്തിൽ സംയുക്ത പ്രസ്താവന അവതരിപ്പിച്ചത്. സ്ഥിരത സേനയെ നിയോഗിക്കണമെന്ന നടപടികൾ ഉടൻ കൈക്കൊള്ളണമെന്നും നീക്കം മേഖലയുടെ സുരക്ഷയ്ക്ക് അനിവാര്യമാണെന്നും സംയുക്ത പ്രസ്താവനയിൽ പരാമർശിക്കുന്നുണ്ട്. വിവരങ്ങളുമായി ഐസൻ ചേരുന്നു. ഐസൻ, വിവരങ്ങൾ. ഭാഗമായാണ് ഗാസയിലെ ഒരു സ്ഥിരതാ ഫോഴ്സിനെ നിയമിക്കണം അല്ലെങ്കിൽ സ്ഥിരതാ സേനയെ നിയോഗിക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വന്നത്. ഈ സ്ഥിരതാ സേനയെ നിയോഗിക്കുന്നത് പരസ്പര ചർച്ചകളിലൂടെ ആകണമെന്നൊരു നിലപാടായിരുന്നു നേരത്തെ മുന്നോട്ട് വെച്ചിരുന്നത്. ഇതിന്റെ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ UN സെക്യൂരിറ്റി കൗൺസിൽ വരികയും അമേരിക്ക മുൻകൈയെടുത്ത് ഈ പ്രസ്താവന കൊണ്ടുവരികയും ചെയ്തത്. ഈ പ്രസ്താവനയിൽ കൃത്യമായി പറയുന്നത് ഈ സ്ഥിരതാ സേനയെ നിയോഗിച്ച് ഗാസയിലെ സംവിധാനങ്ങളെല്ലാം തന്നെ പുനഃസ്ഥാപിക്കാനുള്ള നീക്കങ്ങൾ നടത്തണം, അതിനുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം, അതുപോലെ തന്നെ ഹമാസിന്റെ നിയന്ത്രണവും സാധ്യമാക്കണമെന്ന ഒരു നിലപാടാണ് ആത്യന്തികമായി ഈ പ്രമേയത്തിലുള്ളത്. ഈ പ്രമേയത്തെയാണ് ജോർദാൻ, സൗദി അറേബ്യ, ഖത്തർ തുടങ്ങിയ വിവിധ രാജ്യങ്ങൾ, ഇന്തോനേഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഈ നിലപാട് വളരെ കൃത്യമായി തന്നെ UN സെക്യൂരിറ്റി കൗൺസിലിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ UN സെക്യൂരിറ്റി കൗൺസിൽ ഈ നിലപാടിനെ റഷ്യയും ചൈനയും അംഗീകരിക്കുന്നില്ല എങ്കിൽ കൂടി ഇത്തരം നീക്കങ്ങളുമായി മുന്നോട്ട് പോകാമെന്നൊരു നിലപാടാണ് അറബ് രാഷ്ട്രങ്ങളും ജോർദാൻ ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളും ഈജിപ്ത് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യമുള്ളത്, അല്ലെങ്കിൽ പിന്താങ്ങുന്ന സാഹചര്യമുള്ളത്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, മുഹമ്മദ് അബ്ബാസ് ഉൾപ്പെടെയുള്ള വെസ്റ്റ് ബാങ്കിൽ അധികാരത്തിലിരിക്കുന്ന പാലസ്തീൻ അതോറിറ്റിയുടെ അംഗീകാരം പോലും ഈ നീക്കത്തിനുണ്ട് എന്നതും ഒരു പ്രത്യേകതയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പാലസ്തീനെ അംഗീകരിക്കാനുള്ള നീക്കങ്ങൾ വിവിധ രാഷ്ട്രങ്ങൾ നടത്തുമ്പോൾ, അല്ലെങ്കിൽ പാലസ്തീനെ അംഗീകരിക്കുക എന്ന നിലപാടിന്റെ ഭാഗമായി ഗാസയെയും വെസ്റ്റ് ബാങ്കും ചേർന്നുള്ള ഒരു സംവിധാനത്തെ നടപ്പിലാക്കുക എന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ ആ നിലപാടിനെ അനുകൂലമായാണ് വിവിധ രാജ്യങ്ങൾ പ്രതികരിക്കുന്നത്. എങ്കിൽ കൂടി അമേരിക്കയും ഇസ്രായേലും ഇതിനെ എതിർക്കുകയാണ്. അതിന് സമാന്തരമായ ഒരു നടപടിയുടെ ഭാഗമായാണ് ഇത്തരത്തിലൊരു നീക്കം, സ്റ്റെബിലൈസേഷൻ ഫോഴ്സിനെ നിയോഗിക്കുകയും സ്വതന്ത്രമായ ഒരു സംവിധാനത്തിന്റെ കീഴിൽ ഗാസയെ കൊണ്ടുവരികയും ചെയ്യുക എന്ന അമേരിക്കയും ഇസ്രായേലും മുന്നോട്ട് വയ്ക്കുന്നത്. എന്തുതന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന സ്ഥിരത ഉറപ്പാക്കുന്നതിനുള്ള സേനയെ വിന്യസിക്കുന്നതിനുള്ള സംവിധാനത്തെ വിവിധ രാഷ്ട്രങ്ങൾ പിന്തുണയ്ക്കുന്നു എന്നുള്ളത് പ്രദേശത്തെ ഒരു ശാശ്വത സമാധാനത്തിലേക്ക് നയിക്കുന്നതിനുള്ള വഴിയായി നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. ദുർഗ. ശരി ഐസൻ.